വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ PWD ഇറിഗേഷൻ AE എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ്, FM തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. The example of a level surface is top surface of a dining table, floor surface of a building, still water surface of a lake, and option D, surface of a piece of plywood. ഇത് സ്ഥിരമായിട്ട് സർവ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ലെവൽ സർഫസിനുള്ള എക്സാമ്പിൾ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും സ്റ്റിൽ വാട്ടർ സർഫസ് ഓഫ് എ ലേക്ക്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റിൽ വാട്ടർ സർഫസ് ഓഫ് എ ലേക്ക് ആണ് ലെവൽ സർഫസിന് എക്സാമ്പിൾ. ദെൻ അടുത്ത ചോദ്യം സർവേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യത്തെ സെറ്റ്. When the contour lines having the same contour interval are farther apart, it shows a gentle slope, very steep slope, plain surface, ridge or a valley. നമ്മൾ സർവേയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കോണ്ടൂറിൻ്റെ പാറ്റേൺസ് അല്ലെങ്കിൽ കോണ്ടൂറിൻ്റെ പ്രത്യേകതകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യമാണ്. സെയിം കോണ്ടൂർ ഇൻ്റർവെല്ലിൽ ഫാർദർ അപ്പാർട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതൊരു ജെൻറ്റിൽ സ്ലോപ്പിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിട്ട് പറയാറുള്ളത്. ദെൻ അടുത്ത ചോദ്യം ഒരു പ്രോബ്ലമാണ്. If 3 consecutive ordinates are taken at 2 meter intervals from a traverse line and measured as 1.8 meter, 2.5 meter and 2 meter, then the area between the traverse line, the first and last ordinates and the boundary by trapezoidal rule. അപ്പോൾ നമുക്ക് ഏരിയ കാൽക്കുലേഷൻ ആണ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രപ്പീസോയിഡൽ റൂള് ഫോളോ ചെയ്യണം എന്ന്. എന്താണ് ട്രപ്പീസോയിഡൽ റൂള്? നമ്മൾക്ക് പറയാം ഇക്വേഷൻ ഇങ്ങനെയാണ്. h/2 ഇൻറ്റു O1 പ്ലസ് O2 പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഓർഡിനേറ്റ്സ് എന്ന് പറയാം. അതായത് നമുക്ക് ഓർഡിനേറ്റ്സ് O1 പ്ലസ് ON ഇടണം. O1 പ്ലസ് ON. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്. നമ്മുടെ എടുക്കുന്ന ഓർഡിനേറ്റ്സ് തമ്മിലുള്ള ഇൻ്റർവെല്ലാണ് h എങ്കിൽ h/2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് എടുക്കുക, ലാസ്റ്റ് ഓർഡിനേറ്റ് എടുക്കുക, അത് സം ചെയ്യുക, പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഓർഡിനേറ്റ്സ്. ഈ ഫസ്റ്റ് ഓർഡിനേറ്റ് ആണ് O1 ആൻഡ് ലാസ്റ്റ് ഓർഡിനേറ്റ് ആണ് ON. ബാക്കിയുള്ള എല്ലാ ഓർഡിനേറ്റ്സും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ല് h എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ആൻഡ് O1 ഫസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 1.8 മീറ്റർ ആണ്. O2 സെക്കൻഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 2.5 മീറ്റേഴ്സ് ആണ്. ആൻഡ് O3 അല്ലെങ്കിൽ ലാസ്റ്റ് ഓർഡിനേറ്റ് ON എന്ന് പറയുന്നത് 2 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സോ 2/2 ഇൻറ്റു O1 എന്ന് പറയുന്നത് 1.8 പ്ലസ് ON 2 മീറ്റർ പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഓർഡിനേറ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ. റിമൈനിങ് ഓർഡിനേറ്റ് 2.5 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ 2 ഇൻറ്റു 2.5 എന്ന് വരും. 2 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് 2 7, 7 പ്ലസ് 1.8 8.8 എന്ന ആൻസർ വരും. 2/2 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 8.8 മീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. ആൻസർ വിൽ ബി ഓപ്ഷൻ സി. അപ്പോൾ ഇവിടെ ട്രപ്പീസോയിഡൽ റൂൾ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റൂളൊന്നും പറയില്ല, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടെ അധികം ഓർഡിനേറ്റ്സ് ഒക്കെ തരാറുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. 3 ഓർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ചോദ്യം. The error in the horizontal circle readings due to line of collimation not perpendicular to the Trunnion axis is eliminated by. എറേഴ്സ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ടേക്കിംഗ് റീഡിങ്സ് ഓൺ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഹൊറിസോണ്ടൽ സർക്കിൾ, ടേക്കിംഗ് റീഡിങ്സ് ഓൺ ബോത്ത് ദ ഫേസസ്, റിമൂവിങ് ദ പാരലാക്സ്, ട്രാൻസിറ്റിംഗ് ദ ടെലസ്കോപ്പ്. സോ ഈ ഒരു എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുക നമ്മൾ 2 ഫേസിലും റീഡിങ്സ് എടുക്കുക വഴിയാണ്. സോ ടേക്കിംഗ് റീഡിങ് ഓൺ ബോത്ത് ദ ഫേസസ് എന്നുള്ളത് ആൻസർ ആയിട്ട് വരും. ദെൻ അടുത്ത ചോദ്യം മോഡേൺ. ഇതും ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്.
Modern electronic distance measuring instruments work on the principle of measuring reflected energy generated by electromagnetic waves, total time taken by electromagnetic wave in traveling the distance, change in frequency of the electromagnetic waves, phase difference between the transmitted and the reflected electromagnetic wave. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഇപ്പം അടുത്ത് കഴിഞ്ഞ ഒരു എക്സാമിനും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇതുവഴിയാണ് നമ്മൾ പ്രിൻസിപ്പിളായിട്ട് പറയാറുള്ളത്. ദെൻ അടുത്ത ചോദ്യം, ദ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഓപ്പറേറ്റഡ് ബൈ US Department of Defense uses 6 satellite, 12 satellite, 18 satellite, 24 satellite. ഈ രണ്ട് ചോദ്യങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എക്സാമുകൾക്ക് കാണുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽപ്പെട്ടതാണ് ഇവയൊക്കെ. സോ നമുക്കറിയാം 24 സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓപ്ഷൻ ഡി 24 സാറ്റലൈറ്റ്സ് എന്നുള്ളത് വരും. ദെൻ ഹൗ മെനി മോഡുലാർ ബ്രിക്സ് ഓഫ് സൈസ് 200 by 100 by 100 mm are required for 100 cubic meter of masonry wall? 5,000, 50,000, 500,000. ഇത് പെട്ടെന്ന് നമ്മൾ വായിച്ചിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വാള് നമ്മൾ സ്റ്റാൻഡേർഡ് ബ്രിക്സ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ, 1 മീറ്റർ ക്യൂബ് ചെയ്യുകയാണെങ്കിൽ അവിടെ 500 ബ്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 500 എഴുതാനുള്ളൊരു ടെൻഡൻസി വരും. എക്സാം ഹോളിലാണ് നമ്മൾ പല ടെൻഷനിലുമായിരിക്കും ക്വസ്റ്റ്യൻ വായിച്ച് വരുന്നത്. ക്വസ്റ്റ്യൻ വ്യക്തമായി വായിച്ചില്ലെങ്കിൽ ഇതൊക്കെ തെറ്റിപ്പോകും. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 100 മീറ്റർ ക്യൂബ് ചെയ്യാൻ എത്ര വേണമെന്നാണ്. 100 മീറ്റർ ക്യൂബ് ചെയ്യാൻ 100 × 500 അല്ലേ വേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് 50,000 ബ്രിക്സ് വേണ്ടി വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ചിരിക്കണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ദെൻ വേണ്ട പോയിന്റ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകും. അപ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത ചോദ്യം, വാട്ട് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേഷൻ എന്നുള്ള ചോദ്യമാണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് വർക്ക്സ് അസ്യൂംഡ് ഫോർ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്സ് ഇൻ ദ എസ്റ്റിമേറ്റ് ഓഫ് എ ബിൽഡിംഗ്? 8%, 10%, 7%, 5%. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ നമ്മൾ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കുകൾക്ക് വേണ്ടി 8% മാറ്റിവെക്കാറുള്ളത്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ടോട്ടൽ അമ്യൂണിറ്റീസ് ഇല്ലേ, ടോട്ടൽ അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ 20% ആണ് മാറ്റിവെക്കാറുള്ളത്. ടോട്ടൽ അമ്യൂണിറ്റീസിൽ വരുന്ന ആളാണ് ഈ ഒരു വാട്ടർ സപ്ലൈ, സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ബാർ ബെൻഡിങ് സ്കെഡ്യൂളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇഫ് L is the length of reinforcing bar and D is the diameter, the total length of straight bar hooked at both ends. ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രെയിറ്റ് ബാർസ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും ഹുക്ക് ഉണ്ട്. ഇവിടെ L എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഡയമീറ്റർ D ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ ലെങ്ത് വരിക? നമുക്കറിയാം ഒരു ഹുക്കിന് നമ്മൾ കൊടുക്കുന്ന അലവൻസ് 9D ആണ്. ഒരു ഹുക്ക് എന്ന് പറഞ്ഞാൽ 9D ആണ്. സോ 2 ഹുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലവൻസ് തന്നെ 18D ആയിട്ട് വരും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, L + 18D എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം ഒരു പ്രോബ്ലമാണ്. എ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വാസ് പർച്ചേസ്ഡ് ഫോർ ₹2 lakh. If the useful life is estimated as 5 years, find the percentage of average annual cost of the equipment to the original cost assuming no scrap value. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം
നമുക്ക് മൊത്തം ചെലവ് വന്നിട്ടുള്ള എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. ലൈഫ് 5 വർഷമാണ്. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവറേജ് ആയിട്ടുള്ള ആനുവൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലൈഫ് എന്ന് നമുക്ക് പറയാം. യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയാം. സോ ഒറിജിനൽ കോസ്റ്റ് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം ഡിവൈഡഡ് ബൈ ലൈഫ് 5 വർഷമാണ്. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 40,000 എന്ന് നമുക്ക് ലഭിക്കും. ദെൻ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ആവറേജ് ആനുവൽ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ടു ദ ഒറിജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ആനുവൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോസ്റ്റ് ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട്. സോ ഇപ്പോൾ നമുക്ക് ആവറേജ് ആനുവൽ കോസ്റ്റ് കിട്ടി 40,000 രൂപ. ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായിരുന്നു. ഇൻറ്റു 100 എന്ന് വരും. ഇതെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 20% എന്ന് കിട്ടും. 20% എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 20% ആണ്. പിന്നെ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വാല്യുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ബുക്ക് വാല്യൂ, അതേപോലെ സ്ക്രാപ്പ് വാല്യൂ ഒക്കെ വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എയിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. സിങ്കിങ് ഫണ്ടിൻ്റെ കാര്യം, അതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഇപ്പോൾ കോമൺ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ നിങ്ങൾ PWD AE എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സൈലം ടെക്നിക്കലിൻ്റെ പുതിയ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ബാച്ചിന് വരുന്ന ഫീസ് 12,999 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏർലി ബേർഡ് ഓഫർ പോലെ 12,999 രൂപയാണ്. അതേപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ബാച്ചിന് 25,000 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നന്നായിട്ടുള്ള ക്ലാസ്സസ്, അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 9995100800 എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു അത്രയും വേഗം നിങ്ങൾക്ക് എക്സാമിനോടുള്ള ഈസിനെസ് വരും. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നന്നായിട്ട് യൂസ് ചെയ്ത് എക്സാം വരുമ്പോഴേക്കും മാക്സിമം തിയറി പഠിക്കാനും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനൊക്കെ സമയം കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ പകുതി പഠനം നിർത്തിയവരാണെങ്കിലും ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The permissible moisture content in timber doors of thickness 50 mm and above in zone 4 is 12%, 16%, 14% and 20%. എത്രയാണ് ഇത് ആൻസർ വരിക? നമുക്കറിയാം ഇത് കോഡിൽ നിന്നുള്ള ഡയറക്റ്റ് വാല്യൂ ആണ്. 16% നമ്മൾ ഈ വാല്യൂ ആയിട്ട് പറയാറുള്ളത്. ഓപ്ഷൻ ബി 16% ആൻസർ. ദെൻ അടുത്ത ചോദ്യം. ഇനി കുറച്ച് അങ്ങോട്ട് RCC എന്നുള്ള ചോദ്യങ്ങളുണ്ട്. RCCയിൽ നിന്ന് ഒരുപാട് ചോദ്യം കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു. 19 ക്വസ്റ്റ്യൻ ആയിരുന്നു RCCയിൽ നിന്ന് ചോദിച്ചത്. സോ നമുക്ക് നോക്കാം. മാക്സിമം സിമെന്റ് കണ്ടന്റ് ഫോർ കൺവെൻഷണൽ സിമെന്റ് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഈസ്. മാക്സിമം സിമെന്റ് കണ്ടന്റ് ആണ് 300 kg/m3, 360 kg/m3, 450 kg/m3 ആൻഡ് 500 kg/m3. എത്രയാണ് മാക്സിമം സിമെന്റ് കണ്ടന്റ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ് മാക്സിമം സിമെന്റ് കണ്ടന്റ് പറഞ്ഞേ? മാക്സിമം 450 ആണ് നമ്മൾ പറയാറുള്ളത്. ഓപ്ഷൻ സി 450 kg/m3 ആണ് നമ്മൾ പറയാറുള്ളത്. ദെൻ അടുത്ത ചോദ്യം. ഇഫ് ദ ഫൈനസ് മോഡുലസ് ഓഫ് ഈ സാമ്പിൾ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഈസ് 4.3, the mean size of particle in the sample is between 1.18 mm and 2.36 mm, 2.36 mm and 4.75 mm. Option C 0.3 to 0.6 mm. Option D 0.15 and 0.3 mm. So
സോ ഈ ഒരു ഫൈനസ് മോഡുലസും ആവറേജ് അഗ്രിഗേറ്റിൻ്റെ സൈസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതൊരു ടേബിൾ പോലെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾ പരിചിതമായിരിക്കും. പൊതുവേ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ടേബിളാണിത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫൈനസ് മോഡുലസ് വാല്യൂ ആണ് ആദ്യത്തെ കോളത്തിൽ ഞാൻ എഴുതുന്നത്. ആൻഡ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ് അടുത്ത കോളം. ഫൈനസ് മോഡുലസ് 1 ഒരു മിനിറ്റ്. ഫൈനസ് മോഡുലസ് 1, 2, 3, 4, 5, 6 എന്നൊക്കെ നമുക്ക് വാല്യൂ വരും. സോ ഫൈനസ് മോഡുലസിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മുടെ സൈസ് ഓഫ് അഗ്രിഗേറ്റ് 150 മൈക്രോൺ ആയിട്ടാണ് നമ്മൾ പറയുക. ആൻഡ് 300 മൈക്രോൺ ആകുമ്പോൾ ഫൈനസ് മോഡുലസ് 2 ആകും. ആൻഡ് 600 മൈക്രോൺ ആകുമ്പോൾ ഫൈനസ് മോഡുലസ് 3 ആകും. ആൻഡ് 1.18 mm സൈസ് വരുമ്പോൾ ഫൈനസ് മോഡുലസ് 4 ആയിട്ട് മാറും. ആൻഡ് 2.36 mm സൈസ് ആകുമ്പോൾ ഫൈനസ് മോഡുലസ് 5 ആണ്. ആൻഡ് 4.75 mm സൈസ് ആകുമ്പോൾ ഫൈനസ് മോഡുലസ് 6 വരും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4.3 അല്ലേ. 4.3 എന്ന് പറഞ്ഞാൽ 4നും 5നും ഇടയിലല്ലേ വരിക 4.3 എന്നുള്ളത്. സോ നമുക്ക് എന്ത് വരും, ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. 4നും 5നും ഇടയിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള 4.3 എന്ന് പറയുന്ന ആൾ വരുന്നത്. സോ 4.3 ഫൈനസ് മോഡുലസ് ആണെങ്കിൽ സൈസ് 1.18നും 2.36 mm ഇടയിലായിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. 1.18നും 2.36 mm ഇടയിലാണെങ്കിലാണ് ഫൈനസ് മോഡുലസിൻ്റെ വാല്യൂ 4.3 വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു ടേബിളായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ചോദ്യം, which test is used to study the resistance of aggregate to weathering action? Crushing test, abrasion test, soundness test, impact test. സോ അഗ്രിഗേറ്റിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് വെതറിങ് നമ്മൾ ചെക്ക് ചെയ്യാൻ ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ സൗണ്ട്നെസ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് വരും. ദെൻ അടുത്ത ചോദ്യം, minimum grade of concrete to be used in reinforced concrete structures constructed along sea coast. ഇതും ഒരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. M30, M20, M40 ആൻഡ് M25 എത്രയാണ് മിനിമം ഗ്രേഡ്? മിനിമം ഗ്രേഡ് M30 ആണ്. മിനിമം ഗ്രേഡ് M30 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, for mixed design of M25 concrete, the standard deviation assumed as per IS 10262-2019 is 3.5, 4, 4.5, 5. എത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ ഫോർ M25 കോൺക്രീറ്റ്? M25 ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പം M10 അല്ലെങ്കിൽ M15 ഒക്കെ ഗ്രേഡ് വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.5 ആയിട്ട് പറയും. ദെൻ M30 ആൻഡ് എബോവ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ 5 ആയിട്ട് പറയും. ഈ വാല്യൂസും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ചോദിച്ചത് M25 ആണ്. M25ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓപ്ഷൻ ബി 4 ആണ് വരിക. ദെൻ അടുത്ത ചോദ്യം, the lower half portion of an arch between crown and skew back is known as spandrel, arcade, ring, house. ഒരു ആർച്ച് എടുക്കുമ്പോൾ അതിൻ്റെ വരുന്ന ലോവർ ഹാഫ് പോർഷൻ, ക്രൗണിനും സ്ക്യൂ ബാക്കിനും ഇടയിലായിട്ട് വരുന്ന ലോവർ ഹാഫ് പോർഷനെ നമ്മൾ ഹൗച്ച് എന്ന് പേര് പറയും. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, which of the following type of door can allow air circulation and privacy even when it is closed? അതായത് ക്ലോസ്ഡ് ആണെങ്കിലും എയർ സർക്കുലേഷനും പോസിബിൾ ആക്കുന്നുണ്ട്. ക്ലോസ്ഡ് കണ്ടീഷനിൽ എയർ സർക്കുലേഷൻ പോസിബിൾ ആണ്, സഫിഷ്യൻ്റ് ആയിട്ട് പ്രൈവസിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദ്യം. പാർട്ട്ലി പാനൽഡ് ആൻഡ് പാർട്ട്ലി ഗ്ലേസ്ഡ്, ഫ്ലഷ് ഡോർ, ലൂവേർഡ് ഡോർ, വയർ ഗേജ് ഡോർ. ഏത് ഡോറാണ് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കുന്നത്? അത് ലൂവേർഡ് ഡോർ ആണല്ലേ. ഓപ്ഷൻ സി ലൂവേർഡ് ഡോർ ആണ്. ഇങ്ങനെ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന മെമ്പേഴ്സിനെ നമ്മൾ ലൂവേഴ്സ് എന്ന് പേര് പറയും. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലോർ ഏരിയ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫ്ലോർ ഏരിയ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ദ ഫ്ലോർസ് to the area of plot on which the building stands.
The ratio of open spaces to the area of plot on which the building stands. The ratio of total area of the location to the area of plot on which the building stands. The area of plot on which building stands. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഫ്ലോർ ഏരിയ ഓഫ് ഓർ ഫ്ലോർ, എല്ലാ ഫ്ലോറിൻ്റെയും ഫ്ലോർ ഏരിയ ആഡ് ഓൺ ചെയ്യുക, ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഫ്ലോർ ഏരിയ റേഷ്യോ കിട്ടുക. സോ ദ റേഷ്യോ ഓഫ് ഫ്ലോർ ഏരിയ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ദ ഫ്ലോർസ് ടു ദ ഏരിയ ഓഫ് പ്ലോട്ട് ഓൺ വിച്ച് ദ ബിൽഡിംഗ് സ്റ്റാൻഡ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അടുത്തൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.